നമസ്കാരം സുഹൃത്തുക്കളെ. ഈ വർഷം നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? SCERT കേരള തങ്ങളുടെ പാഠ്യപദ്ധതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ലാസ്റ്റ് ഇയർ SCERT കേരള റിവൈസ്ഡ് ദ സിലബസ് ഫോർ ക്ലാസ് 1, 3, 5, 7 and 9. So this year the revision was done for class 2, 4, 6, 8 and 10. Therefore you will be studying new text this year. The revised syllabus introduces a diverse selection of literary works that explore themes of resilience, justice and human dignity. അതായത് പുതിയ പരിഷ്കരിച്ച സിലബസ് പ്രകാരം റെസീലിയൻസ്, ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഏത് പ്രതിസന്ധികളെയും മനോബലം കൊണ്ട് നേരിടാൻ കീഴടക്കുവാനും മനുഷ്യൻ്റെ കഴിവ്, അതാണ് റെസീലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നീതിബോധം, മറ്റൊന്ന് മാനവികത. ഈ മൂല്യങ്ങളെ നമ്മിൽ വളർത്താൻ അനുയോജ്യമായ വൈവിധ്യമാർന്ന സാഹിത്യ കൃതികളെയാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ അവതരിപ്പിക്കുന്നത്. റെസീലിയൻസിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, റെസീലിയൻസ് ഈസ് ലൈക്ക് റബ്ബർ ബാൻഡ്. ഇറ്റ് സ്ട്രെച്ചസ് അണ്ടർ പ്രഷർ ബട്ട് ഇറ്റ് റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് വൺസ് ദ പ്രഷർ ഈസ് ഗോൺ. അങ്ങനെ അതാണ് റെസീലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ഈ വർഷത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ആൺപെൺ വ്യത്യാസം കൂടാതെ എല്ലാവരെയും അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും അവസര സമത്വം നൽകുകയും ചെയ്യുക എന്നത് തന്നെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, ജെൻഡർ ന്യൂട്രാലിറ്റി മീൻസ് ട്രീറ്റിംഗ് ഓൾ പീപ്പിൾ ഈക്വലി റിഗാർഡ്ലെസ് ഓഫ് ദെയർ ജെൻഡർ ആൻഡ് അവോയ്ഡിങ് ബയസ് ഇൻ ലാംഗ്വേജ്, പോളിസീസ് ആൻഡ് ബിഹേവിയർ. മനസ്സിലായല്ലോ അല്ലേ? Social inclusion is another key aspect of this year's syllabus update. Social inclusion means ensuring that everyone, regardless of their background or ability, has an equal opportunity to participate fully in society. അതായത് ചുരുക്കി പറഞ്ഞാൽ സിലബസ് പരിഷ്കരണത്തിലൂടെ SCERT കേരള ലക്ഷ്യമിടുന്നത് മൂല്യബോധമുള്ള, വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് വിമർശനാത്മകത സമീപനമുള്ള, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പുതിയ തലമുറയെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വർഷത്തെ പുതിയ പരിഷ്കരിച്ച പാഠ്യപദ്ധതിയിലേക്ക് സ്വാഗതം.